ഇന്നത്തെ വീട്ടിൽ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് CP Plusൻ്റെ ഒരു വൈഫൈ ക്യാമറയാണ്. ഇത് വാങ്ങിയത് ആമസോണിൽ നിന്ന് ഏകദേശം 1750 രൂപയ്ക്കാണ്. ഇത് 360 ഡിഗ്രി ക്യാമറയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ബോക്സിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് അലക്സ അലക്സ ആൻഡ് ഗൂഗിൾ ഹോം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ 3MP ഫുൾ HD ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. 3MP ഫുൾ HD വീഡിയോ, 360 ഡിഗ്രി വ്യൂ, മോഷൻ ഡിറ്റക്ഷൻ അലേർട്സ്, മോഷൻ ട്രാക്കിങ്, പ്രൈവസി മോഡ്, IR ലൈറ്റ്സ്. ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് QR കോഡാണിത്. നമുക്ക് തുറന്ന് നോക്കാം. ഒരു സേഫ്റ്റി സീരിയൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ട് ചെറിയ ബോക്സാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു ബോക്സാണ് വരുന്നത്. രണ്ട് ബോക്സാണ് വരുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ബോക്സിൽ ക്യാമറയും തോന്നുന്നു. നമുക്ക് തുറന്ന് നോക്കാം. ഇത് ക്യാമറ യൂണിറ്റാണ്. വെയ്റ്റ്ലെസ് പ്രൊഡക്റ്റാണ്. ഇതിന് മുകളിൽ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്കർ ഊരാം നമുക്ക്. ഓക്കെ, നല്ല ഫിനിഷിങ്ങുള്ള പ്രൊഡക്റ്റാണിത്. ബാക്കിലായിട്ട് നമുക്ക് സ്പീക്കേഴ്സ് കാണാം. അതുപോലെ ചാർജിങ്ങിൻ്റെയും ഒരു USB-C ടൈപ്പും കാണാം. റീസെറ്റ് ബട്ടൺ ഉണ്ട്. ഒരു USB-C ടൈപ്പ് ചാർജിങ് പോർട്ടുണ്ട്. മീൻസ് പവർ അഡാപ്റ്റർ പോർട്ടുണ്ട്. ഇതാണ് മെയിൻ യൂണിറ്റ് വരുന്നത്. ഈ ബോക്സിൽ വരുന്നത് പിന്നെ ഈ ബോക്സിൽ വരുന്നത് ഒരു യൂസർ മാനുവലാണ്. ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാ സ്റ്റെപ്പും ഓരോ പ്രോസസ്സും സ്റ്റെപ്പായി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈസിലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അത് വെച്ചിട്ട്. പിന്നെ ഈ ചെറിയ ബോക്സിൽ വരുന്നത് വാൾ മൗണ്ടുള്ള സ്ക്രൂസ് വരുന്നുണ്ട്. 2 സ്ക്രൂസ് വരുന്നുണ്ട്. അതിൻ്റെ ഗ്രിപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ കേബിൾ വരുന്നുണ്ട്. അതായത് C ടൈപ്പ് കേബിളാണ്. പവർ അഡാപ്റ്ററിൻ്റെ കേബിൾ വരുന്നുണ്ട്. പിന്നെ ചെറിയൊരു പവർ അഡാപ്റ്ററാണ്. വളരെ ചെറിയൊരു പവർ അഡാപ്റ്ററാണ്. ഇതിൻ്റെ വാട്ട്സ് വരുന്നത് 5 വാട്ട്സിൻ്റെയാണ്, 1 ആംപിയറിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റ് അതിന് വരുന്നത് മെയിൻ യൂണിറ്റ്, അതുപോലെ പവർ കേബിള്, സ്ക്രൂസ്, പവർ അഡാപ്റ്റർ, ഒരു ഓപ്പറേഷൻ ഗൈഡും. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം എങ്ങനെ കണക്ട് ചെയ്യുന്നുള്ളതൊക്കെ. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഈസി ക്യാം എന്നുള്ള ആപ്പുണ്ട്. CP Plusൻ്റെ ഈസി ക്യാം. ഓക്കെ, ഈ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഈ കാണുന്ന ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. എഗ്രി കൊടുക്കുക. സൈനപ്പ് കൊടുത്തിട്ട് നമുക്കൊരു യൂസർ നെയിം അക്കൗണ്ട് ഉണ്ടാക്കണം. ഒരു അക്കൗണ്ട് നമുക്ക് ഇതിലുണ്ടാക്കണം. ഇമെയിൽ ID കൊടുത്ത് നമുക്കൊരു വെരിഫിക്കേഷൻ കോഡ് വരുന്നതാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഉള്ളിലേക്ക് പ്രോസസ്സ് ചെയ്യും. ഇതിൽ പാസ്വേഡ് സെറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗോ ടു ആപ്പ് കൊടുക്കാം.
കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അല്ല കൊടുക്കുന്നുണ്ട്. സെറ്റിങ്സിൽ പോയിട്ട് ഡിവൈസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഈ മോഡലും കൂടെ നോക്കണം. EP35A ആണ്. സെയിം മോഡൽ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യണം. ഇതാണ് മോഡൽ. നമ്മൾ ക്യാമറ പ്ലഗ് ഇൻ ചെയ്യണം. അപ്പോൾ നമ്മൾ പവർ ഓൺ ചെയ്യാൻ പോകുന്നത് ക്യാമറയുടെ. നമ്മുടെ ജസ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള USB കേബിളും അതുപോലെ പവർ അഡാപ്റ്ററും കണക്ട് ചെയ്തിട്ട് ക്യാമറ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. ഏകദേശം 1 മീറ്ററാണ് ലെങ്ത്ത് വരുന്നത്, വയറിൻ്റെ ലെങ്ത്ത്. അപ്പോൾ നമ്മൾ ക്യാമറ അതിൽ പ്ലഗ് ഇൻ ചെയ്യാൻ പോകണം. പവർ ഓൺ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് പവർ ഓൺ ആയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. ഓക്കെ, നമ്മൾ മൊബൈൽ എടുത്തിട്ട് കണക്ട് ചെയ്യാൻ പോകണം. ബ്ലൂ ലൈറ്റ് ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. നമ്മൾ വൈഫൈ സെലക്ട് ചെയ്യണം. വൈഫൈൻ്റെ പാസ്വേഡ് ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മളത് വൈഫൈ പാസ്വേഡും യൂസറിനും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അത് കണക്ട് ചെയ്യാൻ പോകണം ഫോണും ക്യാമറ തമ്മിൽ. അപ്പോൾ നമ്മൾ ഈ QR കോഡ് ഫോൺ ഏകദേശം 20 സെൻറ്റിമീറ്ററിൽ 15-20 സെൻറ്റിമീറ്ററിൽ വിട്ട് പിടിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ ഇത്രയും ഗ്യാപ്പിൽ പിടിക്കുന്നുണ്ട്. ഇപ്പോൾ കാണിക്കുന്നുണ്ട് അവിടെ പിടിച്ച് നിൽക്കണം 20 സെൻറ്റിമീറ്ററിൽ. അപ്പോൾ കുറച്ച് നേരം ട്രൈ ചെയ്ത് നമുക്ക് വൈഫൈ കണക്ഷൻ സക്സസ്ഫുൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓക്കെ ആഡിങ് ഡിവൈസിന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഡിവൈസ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഡണ്ണ് കൊടുക്കാം. ടെസ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് ഇപ്പോൾ നമുക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ക്യാമറ കണക്ട് ചെയ്തിട്ടുണ്ട് മൊബൈലായിട്ട്. ഇവിടെ അടിയിൽ ഓപ്ഷൻസ് കാണാം. ഫുൾ സ്ക്രീനിൻ്റെ, സ്ക്രീൻഷോട്ടിൻ്റെ, മൈക്ക്, ടോക്ക് ചെയ്യാനുള്ളതും വീഡിയോ പ്രിവ്യൂ എടുക്കാനുള്ളതൊക്കെ സ്ക്രീൻഷോട്ട് നമുക്ക് ഐക്കൺസ് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഫുൾ വ്യൂ പ്രിവ്യൂ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഇവിടെ ക്യാമറ റൊട്ടേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കറക്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ റൊട്ടേറ്റ് ആവുന്നുണ്ട്. നമുക്ക് ആ ലൈവ് പ്രിവ്യൂ കറക്റ്റ് കിട്ടുന്നുണ്ട്. 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ആവുമെന്ന് പറയുന്നത് കമ്പനി. ഫുള്ള് റൊട്ടേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു ലാഗ് വരുന്നുണ്ട് ഇവിടെ. തിരിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ പോവുകയാണ്. സൂമിന് സൂം ഔട്ട് അവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് സൂം ഇൻ ചെയ്യാൻ പറ്റും, അതുപോലെ സൂം ഔട്ടും ചെയ്യാൻ പറ്റും. അത്യാവശ്യം സൂം ഇൻ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഹലോ 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 ഇതിൻ്റെ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ താഴെ കാണാൻ സ്ക്രീൻഷോട്ടിൻ്റെ ഫുൾ സ്ക്രീനാണ്. ഫുൾ സ്ക്രീനിൻ്റെ ബട്ടണാണത്. ഓക്കെ, പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ളതാണ്, ഫോട്ടോ എടുക്കാനുള്ളത്. ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഒരു മൈക്കാണ് അങ്ങോട്ട് സംസാരിക്കേണ്ടത്. അതിൽ അങ്ങോട്ട് സംസാരിക്കാൻ പറ്റും. ക്യാമറ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള നമുക്ക് സംസാരിക്കുന്നത്. അതിൽ മൈക്ക് ഓൾറെഡി ഇൻബിൽറ്റ് ഉണ്ട്. അതുപോലെ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, ലൈവായിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും ഓപ്ഷൻസ് കൊണ്ട് കാണിക്കുന്നുണ്ട്. പ്ലേ ബാക്ക്, ഗാലറി, തീം കളർ, പ്രൈവറ്റ് മോഡ്,
നൈറ്റ് മോഡ്, മോഷൻ ട്രാക്കിങ്, മോഷൻ ഡിറ്റക്ഷൻ, സൗണ്ട് ഡിറ്റക്ഷൻ ഓപ്ഷൻസ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അവർ. ഡാർക്ക് മോഡുണ്ട്, അതുപോലെ പ്രൈവറ്റ് മോഡുണ്ട്, സ്റ്റോപ്പ്, പ്രൈവറ്റ് മോഡ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഒരു നൈറ്റ് മോഡ് ഓൺ ഓഫ് ഉണ്ട്, ഓട്ടോ ഉണ്ട്, ഓഫ് ഓൺ ഉണ്ട്, ഒരു മോഷൻ ട്രാക്കിംഗ് ഉണ്ട്. അതിട്ടിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒബ്ജക്റ്റ് ട്രാക്ക് ചെയ്യുന്നെങ്കിൽ തോന്നുന്നത് ഒന്ന് നോക്കി നോക്കാം. ഓട്ടോമാറ്റിക് ട്രാക്ക് ആവുന്നുണ്ട്. ഒരു ഒബ്ജക്റ്റിനോട് പോകുമ്പോൾ ആ ഒബ്ജക്റ്റ് പുറകെ ക്യാമറ തന്നെ പോകുന്നുണ്ട്. അതാണ് മോഷൻ ട്രാക്കിംഗ് വരുന്നത്. പിന്നെ മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ രാത്രി എന്തെങ്കിലും ഒബ്ജക്റ്റ് ഡിറ്റക്റ്റ് ആവുകയാണെങ്കിൽ മോഷൻ ഡിറ്റക്ഷൻ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സൗണ്ട് ഡിറ്റക്ഷൻ നോക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതിനപ്പം. നമുക്ക് ഈ ആപ്പിൻ്റെ ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് നൈറ്റ് മോഡുണ്ട്, മോഷൻ ട്രാക്കിംഗ് ഉണ്ട്, മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട്, സൗണ്ട് ഡിറ്റക്ഷൻ, ഓഡിയോ ഉണ്ട്. പിന്നെ മുകളിൽ പ്ലേ ബാക്ക്, ഗാലറി, തീം കളർ, പ്രൈവറ്റ് മോഡ് വരുന്നുണ്ട്. ഈ മോഷൻ ഡിറ്റക്ഷൻ നല്ലൊരു ഓപ്ഷനാണ്. അത് നമ്മൾ ജസ്റ്റ് ഒരു ഒബ്ജക്റ്റിനെ ഓട്ടോമാറ്റിക് ട്രാക്ക് ആവുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് അലക്സ വെച്ചിട്ട് ഗൂഗിൾ ഹോം വെച്ച് കണക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ബാക്കിയുടെ ആപ്പിൽ ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഡിവൈസ് ഇൻഫർമേഷൻ ഉണ്ട്, ടാപ്പ് ടു ടൺ ഓട്ടോമേഷൻ ഉണ്ട്. പിന്നെ ഈ രണ്ട് ആമസോൺ ഒക്കെ ഗൂഗിൾ ഹോം കണക്ട് ഓപ്ഷൻ ഉണ്ട്. പ്രൈവറ്റ് മോഡ്, ബേസിക് ഫംഗ്ഷൻ സെറ്റിങ്, IR സെറ്റിങ്, ഡിസ്പ്ലേ സെറ്റിങ്, ബ്രൈറ്റ്നസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓഫ്ലൈൻ നോട്ടിഫിക്കേഷൻ, ഇത്രയും ഫീച്ചേഴ്സ് നമുക്ക് ഓൾറെഡി ഇതിനകത്തുള്ളത്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അവർ. മെസ്സേജ് ഉണ്ട് ഇവിടെ. അതുപോലെ നമുക്കിന്ന് ഡിറ്റക്ഷൻ്റെ കാര്യം മെസ്സേജ് നടക്കുന്നുണ്ടാവും. പിന്നെ ഡയറക്ഷൻ്റെ ഇതുണ്ട്, തിരിക്കേണ്ടത് തിരിക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫീച്ചേഴ്സ് ഇവിടെ വരുന്നത്. അപ്പോൾ ക്യാമറ വാൾ മൗണ്ട് ചെയ്ത് നോക്കാം. ഇതിൽ സ്ക്രൂ ചെയ്തിട്ട് കുറച്ച് വലിയ സ്ക്രൂ ആണ് ഉണ്ടായിരുന്നത്. നമ്മൾ മുമ്പത്തെ ക്യാമറയിൽ അത് സ്ക്രൂ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വെക്കണം, നോക്കാം എങ്ങനെയാണ്. ഓക്കെ, നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ തിരിച്ച് വെക്കാം, ഇതിനടിയിൽ വെക്കാൻ പോവാണ്. കുറച്ച് ടൈറ്റ് ഉണ്ടാവും, ഇരിക്കുന്നില്ല. ഇത് ലോക്കാക്കിയിട്ടുണ്ട് നമ്മൾ, അല്ലേ? നമ്മൾ ലോക്കാക്കിയിട്ടുണ്ട്. നമ്മൾ ഹാങ് ചെയ്യാൻ പോവാണ്. ഈ ക്യാമറ ചുമലിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ക്ലാമ്പ് വാങ്ങിയിട്ട് അതിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പവർ അഡാപ്റ്റർ ആ കാണുന്ന സ്വിച്ച് ബൾബിൻ്റെ ഹോൾഡറിനുള്ളിൽ വെച്ചിരിക്കുന്നത് പെർമനൻ്റ് നട്ടി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു ഡേയിൽ കാണുന്ന വ്യൂ ആണിത്. രാവിലെ ഫുൾ കളറിൽ കാണുന്നൊരു പ്രിവ്യൂ ആണ് ക്യാമറ റെക്കോർഡ് ചെയ്തതാണത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ഈ പ്രൈസ് റേഞ്ച് വെച്ച് നല്ല ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ഇത് നൈറ്റിൽ ലൈറ്റ് ഓൺ ആയിട്ടുള്ള ഒരു പ്രിവ്യൂ ആണ് കാണുന്നത്. ഇത് പക്ക നൈറ്റ് വിഷനാണ്. ഫുൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഇൻഫ്രാറെഡ് അതിൽ കാണുന്നതാണ്. പിന്നെ റൊട്ടേഷൻ നോക്കുകയാണ്. നമുക്ക് റൊട്ടേറ്റ് കഴിഞ്ഞാൽ 360 ഡിഗ്രി റൊട്ടേഷനിൽ പറയുന്നത്. ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം എത്ര സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ടെന്നത്. അതായത് നമുക്ക് ഫുൾ ക്യാമറ ഫുള്ളായിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സൈഡിൽ നിന്ന് ആ സൈഡ് വരെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. താഴത്തേക്ക് മുകളിലേക്ക് ഫുൾ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പ്രൊഡക്റ്റ് വേണ്ടി ഏകദേശം 6 മാസം കഴിഞ്ഞു. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ എററും കാര്യങ്ങളൊന്നുമില്ല. വൈഫൈ കന്ന് കണക്ട് ചെയ്തതാണ്. കണക്ഷൻ എററൊന്നും വരുന്നില്ല. ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. അതായത് എനിക്കിത് 1700 റേറ്റ് വരുന്നത്. എനിക്ക് കിട്ടിയത് 1300 രൂപയ്ക്കാണ് ഓഫറിൽ കിട്ടിയത്, ബിഗ് ബില്യൺ ഡേയ്സിന്. ആ ടൈമിൽ വാങ്ങിയതാണ്. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു മൊബൈൽ ആപ്പിലുണ്ട്. മോഷൻ ഡിറ്റക്ഷൻ, സൗണ്ട് ഡിറ്റക്ഷൻ, അതുപോലെ അലാം, എല്ലാ കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തു. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ പർച്ചേസ് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ധൈര്യമായിട്ട് വാങ്ങാം. താങ്ക്സ് ഫോർ വാച്ചിങ്.